SKN ഇടത് ക്യാമ്പ് ഭരണ തുടർച്ചയിൽ കുറഞ്ഞതായി ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഈ 110 സീറ്റ് എന്ന് തുടക്കത്തിൽ സ്പെഷ്യൽ ക്യാബിനറ്റിൽ മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിലും അതൊന്നും യാഥാർത്ഥ്യത്തിൽ വരാൻ പോകുന്നില്ല. പക്ഷേ എന്നാൽ 80 സീറ്റെങ്കിലും കുറഞ്ഞത് ഇടതുമുന്നണിക്ക് കിട്ടും എന്നുള്ളതാണ് CPIMന്റെ വിലയിരുത്തൽ. CPIM പുതുതായി ചേർത്ത വോട്ട്, അതുപോലെ തന്നെ CPIMന്റെ ഒടുവിൽ ബൂത്ത് കമ്മിറ്റികളിലുള്ള വിലയിരുത്തൽ, ഇത് നാളെ കഴിഞ്ഞാലാണ് CPIMന്റെ യഥാർത്ഥ കണക്കുകളിലേക്കും കൂട്ടിക്കിഴിക്കലിലേക്കൊക്കെ പോവുകയുള്ളൂ. പക്ഷേ എന്നാൽ നിലവിൽ നടത്തിയ പ്രചാരണ പ്രവർത്തനവും പുതുതായി ചേർത്ത വോട്ടുകൾ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടി ഉണ്ടായി, ആ തിരിച്ചടിക്ക് ശേഷം നടത്തിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ CPMൽ നടന്ന ചില കറക്റ്റിംഗ് പ്രോസസ് ഉണ്ട്. അത് താഴെത്തട്ടിലുള്ള സഖാക്കളുടെ അഹങ്കാരമാണ് പരാജയത്തിന് കാരണം എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ പല ലോക്കൽ കമ്മിറ്റികളിലും പല ഏരിയ കമ്മിറ്റി തലത്തിലുള്ള റിപ്പോർട്ടിങ്ങിലും വന്നതാണ്. അതിനനുസരിച്ചുള്ള മാറ്റമുണ്ടായിരുന്നു. ഒരു ജനസമ്പർക്ക പരിപാടി പരാജയത്തിൽ നിന്നുമുള്ള തിരിച്ചടി ഉൾക്കൊണ്ടുകൊണ്ട്, സംഘടനാപരമായ തിരിച്ചടി ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയിരുന്നു. അതിൽ നിന്നാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കടന്നത്. വലിയ ആവേശത്തോടു കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ്. അത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ലാപ്പിൽ ഇടതുപക്ഷമാണ് കളം പിടിച്ചത്. അപ്പം എന്നാൽ പിന്നീട് അങ്ങോട്ട് UDF കൊട്ടിക്കയറുകയായിരുന്നു. ഏറ്റവും ഒടുവിലെത്തുമ്പോഴും ഇടതുമുന്നണിയുടെ ഒരു തരംഗമുണ്ടാക്കാൻ സാധിച്ചു. എന്നാൽ UDF വലിയ ഒരു തരംഗം സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വെറും പ്രചരണം മാത്രമാണെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ 80ൽ കുറയാത്ത സീറ്റുമായി പിണറായി വിജയന്റെ തുടർച്ചയുണ്ടാകും എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് ഇടത് ക്യാമ്പ്. ആര് മുഖ്യമന്ത്രി എന്നൊക്കെ പിന്നീട് തീരുമാനിക്കും എന്ന് പറയുകയാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ക്യാമ്പയിൻ ദേശീയ നേതാക്കൾ ഏറെയൊന്നും ഇല്ല, സ്റ്റാർ ക്യാമ്പയിനർമാരില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നയിച്ചത്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ള വിലയിരുത്തലും മുഖ്യമന്ത്രിക്ക് സ്വീകാര്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലും, ഈ രണ്ട് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് CPIM ഉം LDF ഉം തുടർച്ചയുണ്ടാകുമെന്ന് കണക്കുകൂട്ടുന്നത്.